ഷോക്ക് അടിച്ച് ഇന്റേണൽ ഓർഗൻസ് ഒക്കെ വീർത്തിരിക്കാണല്ലോ. എടുത്തു കയറ്റി ഞാൻ കോപ്പറേഷൻ. സാറേ ഇത് തലയണയിട്ട് വെച്ചിരിക്കുന്നതാ. ഇതോ ഓ എന്റെ ചങ്ങാതി. എന്നാ CPR കൊടുത്തേക്കാം. എവിടെ എന്റെ കൊച്ച്? ഇതെങ്ങനെ പറ്റിയതാടാ? അതെ അവിടെ. ആരുടെയും തല്ലും വാങ്ങിച്ചു വരുവാടാ. ഒരാൾക്ക് ഇടിമിന്നൽ ഏറ്റാൽ മെഗാവാട്ട് കണക്കിലാണ് പവർ അയാളെ ശരീരത്തിലേക്ക് കയറുന്നത് അല്ലേ? ആ ഇത് കാർഡിയാക് അറസ്റ്റ്, ലങ്സ് ഫെയിലിയർ, സ്പൈനൽ കോഡ് ഡാമേജ്, ശക്തമായ പൊള്ളൽ. ദൈവാധീനം കൊണ്ട് ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ഇതൊക്കെ സംഭവിക്കേണ്ടതായിരുന്നു. അപ്പൊ ഒന്നും പറ്റിയില്ലേ? എന്താ പറ്റേണ്ടിയിരുന്നു? ഇനി വല്ലതും പറ്റിയിരുന്നോന്ന് അറിയണമെങ്കിൽ ECG എടുത്ത് നോക്കണം അല്ലേ? അതെ. അപ്പൊ ഒന്നും പറ്റിയില്ലേ? ഒന്നും പറ്റിയില്ല. ഒന്ന് പെട്ടെന്നായിക്കോട്ടെ. നിനക്ക് എന്ത് പറ്റിയതാടാ ജയ്സ? എന്താ പറ്റിയെന്ന് ചേച്ചിക്ക് അറിഞ്ഞൂടെ? ചുമ്മാ ചേച്ചി വെറുതെ ആളെ കളിയാക്കാനായിട്ട്. നീ എന്തിനാ എന്നോട് ചൂടാവണേ? നീ പറയണ ഞാൻ പറഞ്ഞിട്ട് മിന്നൽ വന്നെന്ന്. അല്ല ഞാൻ പറഞ്ഞിട്ടാണല്ലോ മിന്നൽ വന്നത്. ഇയാളെ ഡോക്ടറോ? ഒന്ന് മാറിയാട്ടെ. ഞാൻ അവന്റെ അപ്പനാണ്. അതുകൊണ്ടാ പറയുന്നത് മാറാൻ. ഇഞ്ചക്ഷൻ കൊടുത്തു സാർ. ഡോക്ടറെ ഇതെന്തോ ഒരു വിറയില്ല. എനിക്കും അറിയില്ല, ചിലപ്പോ ഇങ്ങനെ കഴിക്കുന്നില്ല പ്രവർത്തനം. നല്ല ആശുപത്രി കൊണ്ടുപോകാ. ആശുപത്രിയൊക്കെ നല്ലതാണ്. പറയണ്ട.
എവിടെ ഭൂമി കുലുക്കം? നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ കേളവ? നിന്റെ പറ്റി യവൻ ചത്തില്ലേ? വേണ്ട. മിന്നലടിച്ചിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു മാമ. കൊള്ളാം മോളെ, നല്ല സുഖം ഉണ്ടായിരുന്നു. ഞാൻ കണ്ടവരോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിന്നെ കൊണ്ട് പറ്റുന്നതൊക്കെ നീയും ചെയ്യും മോളെ. ഡിഡി, നിന്നോട് ഞാൻ തിന്നാൻ ഉണ്ടാക്കി വെച്ചിട്ട് ആശുപത്രിയിലോട്ട് ഒലത്താ മതി എന്ന് പറഞ്ഞാൽ ഞാൻ ഒലത്തി വെച്ചിട്ടുണ്ടല്ലോ. ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോ? പോയി വെള്ളം വെക്കടി. ഉണ്ടാക്കി വെച്ച സ്കൂൾ വിടാ. എന്താണ് വികാരം? മനുഷ്യന്റെ നാഡീ പ്രവർത്തനങ്ങളുടെ പ്രതിഫലനത്തിനെ വികാരം എന്ന് വിളിക്കുന്നു. ഇമോഷണാലിറ്റി ശക്തമായ വികാരങ്ങളിലൂടെ മനസ്സ് കടന്നു പോകുമ്പോൾ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന കണ്ണുനീരാണ് ഇത്. സാധാരണ ഉണ്ടാകുന്ന കണ്ണുനീരിനേക്കാൾ 24% കൂടുതൽ പ്രോട്ടീൻ ഇതിലടങ്ങിയിട്ടുണ്ട്. എന്താണ് ഇമോഷണാലിറ്റി? ശക്തമായ വികാരങ്ങളിലൂടെ മനസ്സ് കടന്നു പോകുമ്പോൾ മനുഷ്യ സഹജമായി ഉണ്ടാകുന്ന കണ്ണുനീരാണ് കണ്ണുനീരിനേക്കാൾ 24% എന്താണ് ഇമോഷണൽ ടീയേഴ്സ്? എന്താടാ? വികാരങ്ങളിലൂടെ കരയുവായി. കടന്നു പോകുമ്പോൾ ജസ്മോനെ, നീ വീട്ടിലോട്ട് പോയേ. ജേസ, നീ ഒന്ന് വന്നേ. വാ. ദേ, പോത്തേട്ടെന്നറിയില്ലടാ. അറിഞ്ഞെന്നെ കൊന്നോളെ. ഇതുകൊണ്ടെങ്കിലും ഒന്ന് രക്ഷപ്പെടണടാ. രക്ഷപ്പെട്ടിരിക്കും. കണ്ടാ മതി. അതെന്താ ചേച്ചി അങ്ങനെ പറഞ്ഞത്? അല്ല, കഴിഞ്ഞ വളത്തെ പോലെ. കുറച്ച് സ്വർണ്ണം എന്ന് പറഞ്ഞ വലിയ ഉപദേശമൊന്നും വേണ്ട കേട്ടാ. തിരിച്ചു തരും. ആരോട് പറയും? ദൈവം തമ്മിൽ. അമേരിക്കയിലെ ജോലി കിട്ടണ ഈ പറയുന്ന പോലെ എളുപ്പമല്ലെന്നേ. അതിന് ശേഷം കോലം കെട്ടി നടന്നിട്ട് എന്തേലും കാര്യമുണ്ടോ? ഇവിടെ ചിലരുണ്ട് അമേരിക്കക്കാരെയൊക്കെ ഉണ്ടിട്ട് അതുപോലെ ആവാൻ ശ്രമിക്കുന്ന ചിലര്. ചേട്ടൻ റേഷൻ ഇങ്ങോട്ട് എടുക്കണ്ട, അവിടെ കൊടുത്താൽ മതി. അത് മതി. മോനെ ജയ്സ, ആ കാശിൻ്റെ കാര്യം കുക്കുമോളുടെ ഓപ്പറേഷൻ പെട്ടെന്ന് നടത്തണം ഡോക്ടർ പറയണത്. എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാണ്? ചേട്ടന് കാശാരനൊന്നും എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ എൻ്റെ കയ്യിൽ വേണ്ടേ. ഇനി ക്ലാസ് ഒന്നും കാണില്ല. ചാറ പറ ഇടിയായിരിക്കും. എന്നാലും ആ ബ്രൂസ്ലി കിക്ക് ഹോയ് ഹോയ് ബ്രൂസിലാത്തണ്ട ഉണ്ട്. പക്ഷെ മാവനിപ്പോ അങ്ങോട്ട് പോണ്ട. എന്താ? അവിടെ ടീച്ചറുടെ പഴയ നമുക്ക് കല്യാണം വിളിക്കാൻ വന്നിട്ടുണ്ട്. ടീച്ചറെ അനീഷ. ആ അപ്പൊ കിക്കുണ്ടാവോ? ആ അത് കാണാനല്ലേ ആൾക്കാർ മൊത്തോടെ കൂടിയിരിക്കുന്നേ. ഒന്നും പറ്റില്ലല്ലോ. നീ എന്തിനാടി എന്നെ ചവിടണേ? കല്യാണം കഴിഞ്ഞ കരാട്ടെ പഠിപ്പിക്കാൻ വിടില്ലെന്ന് ഞാൻ പറഞ്ഞപ്പോ നീ സമ്മതിക്കണ്ടല്ലേ? ഇല്ലെങ്കിൽ എന്തിനല്ലേ കേട്ടോ? അയ്യടാ, കെട്ടാൻ പറ്റിയൊരു മുതല് അല്ലെങ്കിൽ നിന്നെ ആർക്കടാ മരത്തലയാ? നിന്നെ ആണായിട്ട് പോലും ഞാൻ കൂട്ടിയിട്ടില്ല. മര്യാദക്ക് കാശ് തന്നെ ഈ വിവരം അറിയും. നീ നുള്ളി വെച്ചോടി. മെമ്പർ കല്യാണത്തിന് വന്നോട്ടാ. ബ്രൂസ്ലി എന്താ ജയ്സ? പറഞ്ഞ ക്യാഷ് റെഡി ആയിട്ടുണ്ട്. നിന്നോട് ദൈവം ചോദിക്കും. നോ ബിജി, വേണ്ട വേണ്ട, വൃത്തിയായിട്ടാണോ? നിനക്കെന്താ പറ്റിയേ? ക്യാഷ് റെഡി. ജയ്സ, നിനക്ക് വെള്ളം വല്ലതും വേണോ? ആ, ഇന്നലെ ആ വെരിഫിക്കേഷൻ ആള് വന്നിരുന്നു. കുഴപ്പമൊന്നുമില്ല. പാസ്പോർട്ട് റെഡിയായി കഴിഞ്ഞാൽ 3 മാസത്തിനുള്ളിൽ നിനക്ക് അമേരിക്കയിൽ പോവാം. പിന്നെ പോലീസ് വെരിഫിക്കേഷൻ ഈ ആഴ്ച തീരും. അതുവരെ ആ കാശ് നീ കൈവച്ചോ. ഞാൻ പറഞ്ഞതുപോലെ നീ കേൾക്കുന്നുണ്ടോ? നീ അവിടെ എന്തെടുക്കുവാ?